ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 95 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. സർവാംഗേഷ്വംഗരംഗം കുതുകമിതി മുകുന്ധാരയന്നീശചിത്തം തത്രാപ്യേകത്ര യുജ്യേ വദന സരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തുചേത പരമ സുഖജൻ അദ്വൈതരൂപേ വിതന്വൻ അന്യജ്ഞോ ചിന്തയേയം മുഹുരിതി സമുപാരൂഢേ യോഗോ ഭവേയം. അന്വയം. അർത്ഥം. ഈശ സർവാധിപതിയായ ഭഗവാനെ, അംഗരംഗത് കുതുകം, അംഗരംഗങ്ങളെ ഉളവാകുന്ന കൗതുകത്തോടുകൂടിയ ചിത്തം, മനസ്സിനെ, സർവാംഗേഷു സർവാംഗങ്ങളിലും, അതിമുഖു വീണ്ടും വീണ്ടും, ധാരയൻ ധരിച്ച്, തത്രാപി അവിടെയും, മന്ദഹാസേ പുഞ്ചിരി പ്രകാശിക്കുന്നതും, സുന്ദരി മനോഹരവുമായ, വദന സരസിജി മുഖാരവിന്ദത്തിലും, ഏകത്ര ഒരിടത്തെ, യുജ്ജേ ചേരുന്നുണ്ട്, തത്ര അതിൽ, ആലീനം രചിച്ചിരിക്കുന്ന, ചേതാത്തു മനസ്സാകട്ടെ, പരമ സുഖചിത ദ്വൈത രൂപേ സച്ചിദാനന്ദ അദ്വൈത രൂപത്തിൽ, വിതന്വൻ വച്ചിട്ട്, അന്യൻ മറ്റൊന്നിനെ, നോ ചിന്തയെയും വിചാരിക്കുന്നില്ല, മുഹു വീണ്ടും വീണ്ടും, ഇതി ഇപ്രകാരം, സമുപാരൂഢ യോഗ യോഗ വൃത്തി ഉറച്ചവനായി, ഭവേയും ഞാൻ ഭവിക്കുന്നുണ്ട്. ഹരിവും. സാരം. സർവേശ്വരനായ ദേവ, അവിടുത്തെ കേശം തുടങ്ങിയുള്ള ഓരോ അവയവത്തിലും മനസ്സു മാറി മാറിച്ചെന്ന് ഒടുവിൽ പുഞ്ചിരിയുടെ സൗന്ദര്യവും പ്രകാശവും മാധുര്യവും നിറഞ്ഞ മുഖത്ത് മനസ്സുറച്ചു നിന്ന്, കാലദേശാതീതവും സച്ചിദാനന്ദ സ്വരൂപവുമായ അദ്വൈതത്തിൽ, ബ്രഹ്മത്തിൽ എൻ്റെ മനസ്സെ ലയിച്ച് ജീവിതം എങ്ങനെ നയിക്കുമാറാകണം. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ഇദം ത്വധ്യാനയോഗേ സതി പുനരണിമാദൃഷ്ട സംസിദ്ധയത്വാം ദൂരം ശ്രുത്വാ ദയേവിഹമഹമികായ സമ്പദേയൂന്മുരാരേ ത്വം സംപ്രാപ്തോ വിളംബാവകമഖില ഇദം നാദ്രിയേ കാമയോഗം ത്വാം യേവാനന്ദപൂർണം പവനപുരപരേ ഭാഗിമാം സർവദാപാൻ. അന്വയം. അർത്ഥം. പവനപുരപതേ ഗുരുവായൂരപ്പ, മുരാരേ വിഷ്ണു, ഇതം ഇപ്രകാരം, ത്വധ്യാനയോഗേ സതി അവിടുത്തെ ധ്യാനയോഗമുണ്ടാകുമ്പോൾ, പുന പിന്നീട്, ത ആ അണിമാദൃഷ്ട സംസിദ്ധയ അണിമാദികളായ അഷ്ടൈശ്വര്യസിദ്ധികളാൽ, ദൂരശുദ്ധ്യാദയെ ദൂരശ്രവണം തുടങ്ങിയവയ്ക്ക്, അഹമഹമികയ ഞാൻ മുമ്പേ എന്ന രീതിയിൽ, സമ്പദേയുഹി വന്നുചേരും, അഹം ഞാൻ, സംപ്രാപ്തോ അങ്ങയുടെ പ്രാപ്തിക്ക്, വിളംബാവഹം വിളംബം വരുത്തുന്ന, ഇമം ഈ, അഖിലം എല്ലാറ്റിനെയും, ന ആദ്രിയെ ഇഷ്ടപ്പെടുകയില്ല, ആനന്ദപൂർണം ആനന്ദമയമായ, ത്വാം അങ്ങയെ, കാമയെ ഞാൻ ആഗ്രഹിക്കുന്നു, സർവതാപാൻ എല്ലാ താപങ്ങളിൽ നിന്നും, മാം എന്നെ, പാഹി രക്ഷിച്ചാലും. ഹരിവു. സാരം.
ഭഗവാൻ ഇങ്ങനെ അവിടുത്തെ ധ്യാനയോഗം നേടിക്കഴിയുമ്പോൾ അണിമാദികളായ അഷ്ടൈശ്വര്യസിദ്ധികളും ദൂരശ്രവണം, ദൂരദർശനം തുടങ്ങിയവയും സ്വയം താൻ താൻ മുമ്പേ മുമ്പേ എന്ന ക്രമത്തിൽ വന്നുചേരും. എന്നാൽ ഭഗവത് പ്രാപ്തി ലഭിക്കുന്നതിന് തടസ്സങ്ങളായ അവയെ താൻ ആഗ്രഹിക്കുന്നില്ല. അഷ്ടൈശ്വര്യ സിദ്ധികൾക്കു വേണ്ടി എനിക്ക് ആഗ്രഹവുമില്ല. ആനന്ദസ്വരൂപനായ ഭഗവത് ദർശനം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടുന്ന് എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റി എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 95-ാം ദശകം സമാപ്തം. ഹരി ഓം.